على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد فقد قال الله تعالى في القرآن المجيد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سبحان الذي أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى صدق الله العظيم. ബഹുമാന്യരായ ഈ സദസ്സിലും മറ്റുമായും എൻ്റെ ശബ്ദം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മുസ്ലിമാത്തുകളെ, നാം ഇന്നിവിടെ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ പടച്ച തമ്പുരാൻ റബ്ബ് സുബ്ഹാനഹു വ തആല അവൻ്റെ അബനീയമായ ജന്നാത്തുൽ ഫിർദൗസിലും ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ മുത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ അത്ഭുതകരമായ ചരിത്രം ജ്വലിപ്പിച്ചു നിൽക്കുന്ന അഖ്സ മസ്ജിദ് അഥവാ ബൈത്തുൽ മുഖദ്ദസിനെ വിസ്മരിക്കാൻ ഈമാനുള്ള ഒരു മുസൽമാനും സാധ്യമല്ല. ഒരു കാലത്ത് മസ്ജിദുൽ അഖ്സ ലോക മുസ്ലിമീങ്ങളുടെ വിശുദ്ധ ഖിബിലയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഅ്റാജ് അഥവാ ആകാശയാത്ര നടത്തിയത് ആ പുണ്യ മസ്ജിദിൽ നിന്നാണ്. ലോകത്ത് 3 പള്ളികൾക്ക് മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യേകമായി സ്ഥാനം നൽകിയിട്ടുള്ളത്. അത് ഈ ആധുനിക കാലത്ത് നാം ഏവരും സന്ദർശിച്ചു കൊണ്ടിരിക്കുന്ന കൈതമലപ്പള്ളിയോ കടുവാപ്പള്ളിയോ ഏർവാടിയോ ഒന്നുമല്ല, മറിച്ച് അള്ളാഹുവിന്റെ വിശുദ്ധമായ കഅബ സ്ഥിതി ചെയ്യുന്ന ലക്ഷോപലക്ഷക്കണക്കിന് വരുന്ന ഹജ്ജ് വസഅ ചെയ്യുന്ന തവാഫ് ചെയ്യുന്ന വിശുദ്ധ ഹറമാണ്. രണ്ടാമത്തേത്, അങ്ങകലെ നമ്മുടെ മുത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന മസ്ജിദുൻ നബവിയാണ്. ഓരോ മുസൽമാനിന്റെയും ചങ്കിലെ ചോരയായ, ജീവന്റെ തളിർപ്പായ, കരളിന്റെ കഷ്ണമായ മൂന്നാമത്തെ മസ്ജിദ് നിങ്ങൾക്കറിയുമോ? അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിശുദ്ധ ഖുർആനിലൂടെ 17ാമത്തെ അധ്യായമായ സൂറത്തുൽ ഇസ്രാഇന്റെ 1ാമത്തെ ആയത്തിലൂടെ പറയുന്നു, സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാം ഇലൽ മസ്ജിദിൽ അഖ്സ. അതെ അല്ലാഹു ഇതിലൂടെ പറയുന്ന മസ്ജിദുൽ അഖ്സ തന്നെ ഫലസ്തീനിന്റെ മണ്ണിൽ സ്ഥിതി ചെയ്യുന്ന മസ്ജിദുൽ അഖ്സ. പക്ഷേ ആ മസ്ജിദിന്റെ ഇന്നത്തെ സാഹചര്യം നാം ഏവരും മനസ്സിലാക്കേണ്ടതുണ്ട്. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ തെമ്മാട്ടികളായ ജൂതപരിശികൾ ആ മസ്ജിദിനെ ഇല്ലായ്മ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരു മുസൽമാന് സമാധാനമായി നമസ്കരിക്കുവാനോ മറ്റ് ആരാധന കർമ്മങ്ങൾ ചെയ്യുവാനോ, എന്തിന് അള്ളാഹിനോടൊന്നും മനസ്സുരുകി പ്രാർത്ഥിക്കുവാനോ പറ്റാത്ത വിധം അവർ ആ മസ്ജിദിനെ വലയം ചെയ്തുകൊണ്ടിരിക്കുന്നു. നിരന്തരമായ വെടിയുണ്ടകളുടെയും യുദ്ധവിമാനങ്ങളുടെയും ഗർജനങ്ങളും ഇരമ്പലുകളുമാണ് കാലങ്ങളായി ഫലസ്തീനിലെ ജനതകൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അക്രമകാരികളായ ഇസ്രായേൽ ജൂത പട്ടാളത്തിനെതിരെ ഫലസ്തീനിന്റെയും മസ്ജിദുൽ അഖ്സയുടെയും സമ്പൂർണ്ണ മോചനത്തിന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുന്ന ഫലസ്തീനിലെ മക്കൾ, പ്രത്യേകിച്ച് ഗസയുടെ മക്കളും ഹമാസ് എന്ന പോരാളികളും നിരന്തരമായ പോരാട്ടത്തിലാണ്. ഈ വിശുദ്ധ പോരാട്ടത്തിൽ ഇന്ന് ലക്ഷങ്ങൾ രക്തസാക്ഷികളായി കഴിഞ്ഞു. പക്ഷേ ഇന്നത്തെ അവസ്ഥ വളരെ സങ്കീർണമാണ്. 24 മണിക്കൂറിലും ഇസ്രായേൽ എന്ന തെമ്മാട്ടി രാഷ്ട്രം ഇടതടവുകളില്ലാതെ ബോംബുകൾ വർഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ദിനേന 100 കണക്കിന് വരുന്ന മനുഷ്യർ ബോംബുകൾക്കിരയായിക്കൊണ്ടും ഭക്ഷണം ലഭിക്കാതെയും എന്തിനും മരുന്ന് പോലും കിട്ടാതെ പെടഞ്ഞു മരിക്കുന്ന ദയനീയമായ സാഹചര്യമാണ് അവിടെ ഉണ്ടായിരുന്നത്. എന്നാൽ നാം മനസ്സിലാക്കണം, ഈ നഷ്ടങ്ങളൊന്നും ഫലസ്തീൻ ജനതയെ തളർത്തുകയോ തകർക്കുകയോ ചെയ്യുന്നില്ല, മറിച്ച് അവരെ ആർജവത്തോടുകൂടി മുന്നോട്ട് നയിക്കുന്നത് അള്ളാഹുവിനോടുള്ള അഗാധമായ വിശ്വാസമാണ്, അഗാധമായ പ്രണയമാണ്. ഒരിക്കൽ അബൂബക്കർ റളിയല്ലാഹു അൻഹു തന്റെ അനുയായികളുടെ മുമ്പിൽ എണീറ്റ് എന്ന് പറഞ്ഞുവല്ലോ, അയൻ ഖുസുദ്ദീനു അൻഹയ്യ്, അയൻ ഖുസുദ്ദീനു അൻഹയ്യ്, ഞാൻ ജീവിച്ചിരിക്കെ ചുരുങ്ങുകയോ ഞാൻ ജീവിച്ചിരിക്കെ ഇല്ലാതാവുകയോ, ഇതാണ് പോരാളികളുടെ മനസ്സിൽ ജ്വലിച്ചിരുന്നത്. നാം ജീവിച്ചിരിക്കെ അള്ളാഹുവിന്റെ ഭവനം തകർക്കപ്പെടുകയോ നാം ജീവിച്ചിരിക്കെ ഫലസ്തീന്റെ മണ്ണ് നഷ്ടപ്പെടുകയോ, പ്രിയപ്പെട്ടവരെ, ഇതാണ് യഥാർത്ഥ വിശ്വാസം. അതുകൊണ്ട് തന്നെയാണല്ലോ ലോകം ഇപ്പോഴും ആദരപൂർവ്വം കാണുന്ന ആഫ്രിക്കയുടെ പ്രധാന ഫ്രീഡം ഫൈറ്റർ ഒരാളായ നെൽസൺ മണ്ടേല ഇപ്രകാരം പറഞ്ഞത്, we know too well that our freedom is without freedom of Palestine.
നമ്മുടെ സ്വാതന്ത്ര്യം പൂർണ്ണമാകില്ല. എങ്ങനെ? ഫലസ്തീനിൽ സ്വാതന്ത്ര്യം ലഭിക്കാതെ നമ്മുടെ സ്വാതന്ത്ര്യവും പൂർണ്ണമാകില്ല എന്ന് നെൽസൺ മണ്ടേല പറഞ്ഞത് ഇതുകൊണ്ട് തന്നെയാണ്. ഒരിക്കൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, ലാ തഖൂമുസ് സാഅതു ഹത്താ തുഖാതിലുൽ മുസ്ലിമൂൻ അൽ യഹൂദിയു ഫയഖ്തുലുഹുൽ മുസ്ലിമൂന ഹത്താ യഖ്തബിഉൽ യഹൂദിയു മിനൽ ഹുജ്രി വസ്സദർ ഫയഖൂലുൽ ഹുജ്ർ അവി സദർ. മുസ്ലിമീങ്ങളും ജൂതന്മാരും പരസ്പരം യുദ്ധം ചെയ്യുന്നവരെ ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല. അങ്ങനെ മുസ്ലിമീങ്ങൾ ജൂതന്മാരെ ഒന്നൊന്നായി കൊന്നൊടുക്കുകയും ജൂതന്മാർ പേടിച്ച് ഓരോ വൃക്ഷങ്ങളുടെയും കല്ലുകളുടെയും പിന്നിൽ പൊളിച്ചിരിക്കുമ്പോൾ ആ ഓരോ വൃക്ഷങ്ങളും കല്ലുകളും വിളിച്ചു പറയും, യാ മുസ്ലിം യാ അബ്ദുല്ലാഹ് ഹാദാ യഹൂദിയുൻ ഖൽഫനി ഫതആല ഫഖ്തുല ഹാദാ യഹൂദിയുൻ ഖൽഫനി ഫതആല ഫഖ്തുല. ഓ മുസ്ലിമേ, ഓ അല്ലാഹുവിന്റെ അടിമേ, എന്റെ പിന്നിൽ ഒരു യഹൂദി ഒളിച്ചിരിപ്പുണ്ട്, എന്റെ പിന്നിൽ ഒരു ജൂതൻ ഒളിച്ചിരിപ്പുണ്ട്, എത്രയും വേഗം തന്നെ കൊന്നു കളയുക, എത്രയും വേഗം തന്നെ ഇല്ലാതാക്കുക എന്ന് പറയുന്നത് വരെ ഖിയാമത്ത് നാൾ സംഭവിക്കുകയില്ല എന്ന് ലോകത്തിന്റെ പ്രവാചകൻ ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാൽ ഞാൻ പറയട്ടെ, നമ്മുടെ കൂട്ടത്തിലുള്ള ചില ആളുകൾ തന്നെ ഹമാസിന്റെ പോരാളികളെ പറ്റി ഇല്ലായ്മകളും അരുതായ്മകളും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് അവരോട് പറയാനുള്ളത്, ഇൻഷാ അല്ലാഹ് പതിനായിരക്കണക്കിന് വരുന്ന രക്തസാക്ഷികൾ കൺമുന്നിൽ പിടഞ്ഞു വീണിട്ടും സർവ്വതും നഷ്ടപ്പെട്ടിട്ടും അല്പം പോലും പതറാതെ ഗർജിക്കുന്ന സിംഹക്കുട്ടികളെ പോലെ ഇസ്രായേൽ ജൂത പട്ടാളത്തിനെതിരെ എടുത്തു ചാടിക്കൊണ്ട് ഫലസ്തീനിന്റെയും മസ്ജിദുൽ അഖ്സയുടെയും സമ്പൂർണ്ണ മോചനത്തിനു വേണ്ടി പോരാടുന്ന ഫലസ്തീനിലെ ഹമാസ് എന്ന പോരാളികളുടെ കയ്യിലൂടെ ഇൻഷാ അല്ലാഹ് ഇസ്രായേൽ എരിഞ്ഞൊടുങ്ങുകയും ഫലസ്തീനിന്റെ വിജയം സുനിശ്ചിതമാവുകയും ചെയ്യുന്ന നാൾ അതിവിദൂരമല്ല എന്ന ഓർമ്മപ്പെടുത്തലിലൂടെ എന്റെ പ്രസംഗത്തിൽ നിന്ന് വിരമിക്കുന്നു. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി.